എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നമ്മൾ പറഞ്ഞത് ഡീമൺ സ്ലെയറിന്റെ ഇൻഫിനിറ്റി കാസിൽ ആർക്കിന്റെ 150ാമത്തെ ചാപ്റ്റർ വരെയായിരുന്നു. അപ്പോൾ 150ൽ നമ്മൾ കണ്ടത് ഗിയുവിന് തന്നെ ഡീമൺ സ്ലെയർ മാർക്ക് അൺലോക്ക് ആവുന്നതും അതുപോലെ തന്നെ ടാൻജിറോയ്ക്ക് പണ്ട് ഇനോസ്കെ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിട്ട് അക്കാസനെ തോപ്പിക്കാനും അക്കാസയുടെ ഫൈറ്റിംഗ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയോ മൈൻഡിൽ കൂടെ ഓടിപ്പോന്നതും വരെയായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി നോക്കാം. ടാൻജിറോയുടെ കഴിഞ്ഞ കാലം കാണിച്ചുകൊണ്ടാണ് 151ാമത്തെ ചാപ്റ്ററിന്റെ തുടക്കം. അവിടെ ടാൻജിറോയും ടാൻജിറോയുടെ അച്ഛനോട് മഞ്ഞുള്ള ഒരു പാതയെ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ടാൻജിറോയുടെ മനസ്സിൽ നിന്നും അവർ അച്ഛന്റെ മുഖം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അവന്റെ അച്ഛനൊരു ചെടി പോലെയായിരുന്നു. ഇന്നേ വരെ ഇമോഷണലി ആരുടെയെങ്കിലും എടുക്ക് കയർക്കുന്നതോ ആരെ വേദനിപ്പിക്കുന്നതോ അവൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ മരണം വരെ അദ്ദേഹം ഒരേപോലെയായിരുന്നു. അവന്റെ അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം അവന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് അവന്റെ അച്ഛന്റെ ചെറിയ പുഞ്ചിരിയാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം വളരെ ശാന്തമായ ഒരു നദി പോലെയായിരുന്നു. ടാൻജിറോട് അന്നത്തെ കൊച്ചു മനസ്സിൽ അവന് വന്ന ചോദ്യങ്ങൾ അവന്റെ അച്ഛനോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് നമുക്ക് കാണാം. അച്ഛാ, ഈ ഡാൻസ് ഓഫ് ദ ഫയർ ഗോഡ് ചെയ്യുമ്പോൾ അച്ഛൻ്റെ മനസ്സിൽ കൂടെ എന്തൊക്കെയാണ് ഓടിപ്പോകുന്നത്? ഓരോ വർഷത്തിന്റെ തുടക്കവും കമാഡോ എന്ന് പറയുന്ന ഫാമിലിയിലെ ജനറേഷനിലുള്ള ആൾക്കാർ പെർഫോം ചെയ്യുന്ന ഒരു റിച്വൽ സംഭവമാണ് ഇപ്പോൾ ടാൻജിറോ ചോദിച്ച ഈ സാധനം. ഇത് പെർഫോം ചെയ്ത് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ്. ഇത് ചെയ്യുന്നത് ഒരു ദിവസത്തിന്റെ അവസാനം മുതൽ പിറ്റേ ദിവസത്തിന്റെ തുടക്കം വരെയാണ്. അതായത് സന്ധ്യ മുതൽ രാവിലെ വരെ. ഇതിൽ വരുന്ന 12 ഫോം ഓഫ് ഡാൻസ് ഇവർ റിപ്പീറ്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കണം. അവന്റെ അച്ഛനോടൊക്കെ പറയുന്നുണ്ട്, അച്ഛാ, അച്ഛനിത് പാടാണെങ്കിൽ അടുത്ത വർഷം തൊട്ട് ഞാനിത് ചെയ്യാം അച്ഛാ. എനിക്ക് അച്ഛൻ്റെ ബോഡിയുടെ കാര്യം ഓർത്ത് നല്ല ടെൻഷനുണ്ട്. അച്ഛൻ അവന് മറുപടിയായി കൊടുക്കുന്നുണ്ട്, നീ ഇത് ചോദിച്ചതിന് നന്ദിയുണ്ട് ടാൻജിറോ. ഇത്രയും വർഷങ്ങളായി നിന്റെ അച്ഛൻ ഇതൊരു പാടുള്ള പണിയെന്ന് ചിന്തിച്ചിട്ടേ ഇല്ല. ഇതൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ആർട്ടാണ്. ഞാനിത് പഠിച്ചത് നിന്റെ മുത്തച്ഛൻ്റെ അടുക്കൽ നിന്നാണ്. ഞാൻ ആ സമയത്ത് ഭയങ്കര ഹെൽത്തിയറും യങ്ങറുമായിരുന്നു. ഇതിൻ്റെ അകത്ത് കുറേ യൂസ്ലെസ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ശ്വാസം വിടുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൂടാതെ നമ്മുടെ മാക്സിമം സ്ട്രെങ്ത് ചെറിയ മൂവ്മെന്റിലൂടെ നമ്മൾ പുറപ്പെടുവിക്കുകയും ചെയ്യണം. നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ഇൻവിസിബിൾ ആയി പോകുന്ന പോലെ നമുക്ക് തോന്നും. ടാൻജിറോ അത് അത്ഭുതത്തോടെ കേട്ട് നിൽക്കുന്നുണ്ട്. ഇൻവിസിബിളോ? എന്നിട്ട് അദ്ദേഹം തുടരുന്നുണ്ട്, നീ ഇത് ചെയ്യാൻ നേരം കംപ്ലീറ്റ് ആയി ഇതിലേക്ക് ഫോക്കസ് ആയിരിക്കണം. നിനക്ക് ഓരോ മൂവ്മെന്റും സെൻസേഷനും ഫീൽ ആകണം. നിന്റെ 5 സെൻസുകളും നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യണം. ഇതെല്ലാം ഓർമ്മയിൽ വെച്ചതിന് ശേഷം ആവശ്യമില്ലാത്ത ചൂടുകൾ നമുക്ക് ഒഴിവാക്കാം. ആവശ്യമുള്ള ചൂടുകൾ മാത്രം വെച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത ചൂടുകൾ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ടാൻജിറോ ചോദിക്കുന്നുണ്ട്, ക്ലോസോ? അതെങ്ങനെ എന്നുള്ള രീതിയിൽ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എങ്ങനെയാണോ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി കണ്ണടയ്ക്കുന്നത്, അതുപോലെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ആവശ്യമുള്ള മൂവ്മെന്റ്സ് മാത്രം നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. നിന്റെ മൈൻഡ് അങ്ങനെ ഇൻവിസിബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വേൾഡിലൂടെ എല്ലാം കാണാൻ പറ്റും. പക്ഷേ ഇതാണ് ബൗണ്ടറി. ഇതിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. ടാൻജിറോ എന്നിട്ട് അവന്റെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എനിക്കും അവിടേക്ക് എത്തിച്ചേരാൻ പറ്റുമോ അച്ഛാന്ന്. അവന്റെ അച്ഛൻ അവന്റെ തലയിൽ കൈവച്ച് പറയുന്നുണ്ട്, നീ വളരെ ഹാർഡായിട്ട് വർക്ക് ചെയ്താൽ നിനക്കും അവിടെ എത്തിച്ചേരാൻ സാധിക്കും. കണ്ടോ ടാൻജിറോ, ഞാനിത് ചെയ്തു കഴിഞ്ഞു. അച്ഛൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് കംപ്ലീറ്റ് ആക്കി അവനെ കാണിച്ചു കൊടുത്തു. സമയം ഇപ്പോൾ അർദ്ധരാത്രിയാണ്. അവരെല്ലാം കിടന്നുറങ്ങുകയാണ്. ടാൻജിറോ, അച്ഛൻ വിളിച്ചു. ടാൻജിറോ ഉറക്കത്തിന്റെ ഞരങ്ങളോട് ഇങ്ങനെ ചോദിച്ചു, എന്താ അച്ഛാ? അച്ഛൻ റിപ്ലൈ കൊടുത്തു, എന്റെ കൂടെ വരൂ. ടാൻജിറോ കണ്ണു തുടച്ചുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങി. അവിടെ നമുക്ക് കാണാം, ഭയാനകമായിട്ടുള്ളൊരു കരടിയുടെ ഫ്രണ്ടിൽ അച്ഛൻ ഇങ്ങനെ നെഞ്ചു പിടിച്ച് നിൽക്കുകയാണ്. ടാൻജിറോ പേടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ കരടിയല്ലേ 6ഓളം പേരെ കൊന്നത്? അവന്റെ അച്ഛന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന കരടിയുടെ നീളം ഏകദേശം 2 മീറ്ററോളം ഉണ്ടായിരുന്നു. ടാൻജിറോയുടെ മനസ്സിലൂടെ ഓടുന്നുണ്ട്, ഈ ഒറ്റ ചെറിയ കോടാലി വെച്ച് അച്ഛൻ എന്ത് ചെയ്യാനാണെന്ന്. ടാൻജിറോയുടെ അച്ഛൻ ആ വലിയ കരടിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം, നിന്റെ വിശപ്പ് എനിക്ക് മനസ്സിലാകും. പക്ഷെ ഇനിയും എന്റെ അടുത്തേക്ക് വന്നാൽ എനിക്ക് നിന്നെ ഉപദ്രവിക്കേണ്ടതായിട്ട് വരും. എന്തെങ്കിലും ആരെങ്കിലും എന്റെ ഫാമിലിയെ ഉപദ്രവിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അവരോട് ദയ കാണിക്കില്ല. ഇനിയും നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ ഇവരെ ഉപദ്രവിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നിന്റെ ജീവൻ എടുക്കും. ടാൻജിറോയുടെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അച്ഛൻ, എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റൂടെ? അവന്റെ അച്ഛന്റെ മുന്നിൽ നിൽക്കുന്ന കരടി അലച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അദ്ദേഹം ചാടിക്കറങ്ങി ഒന്നും നോക്കാതെ തന്നെ എന്റെ തലയിൽ നോക്കി വെട്ടി. അടുത്ത ഷോട്ടിൽ നമുക്ക് കാണാം, ഒരു നിസാര ചെറിയ കോടാലി കൊണ്ട് അത്രയും വലിയ കരടിയുടെ തല അദ്ദേഹത്തിന് ഒറ്റ വെട്ടുകൊണ്ട് താഴെ ഇടാൻ പറ്റി. ആ കരടിയുടെ തല ഒരു മനുഷ്യ ശരീരത്തേക്കാൾ വലുതായിരുന്നു. ടാൻജിറോ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് എന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു എന്റെ അച്ഛന്റെ സ്പീഡ്. ആ കരടിയെ കൊല്ലാൻ നേരം അച്ഛനൊരു ഹെസിറ്റേഷനോ പേടിയോ ഇല്ലായിരുന്നു. എന്തിന്? ഒരു ഇന്റൻഷൻ പോലും ഇല്ലായിരുന്നു. അച്ഛന്റെ സാധാരണ യൂഷ്വൽ പ്രകൃതം തന്നെ. അവന്റെ അച്ഛൻ അവനോട് ചോദിക്കുന്നതായിട്ട് അവൻ ഓർക്കുന്നുണ്ട്, നീ അത് കണ്ടോ ടാൻജിറോ? ടാൻജിറോ പേടിച്ച് വിറച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആ, ഞാനിത് കണ്ടു. അച്ഛൻ ഓക്കെ ആണോ? ടാൻജിറോയുടെ അച്ഛൻ പറഞ്ഞു, അതെ, ഞാൻ ഓക്കെയാണ്. ടാൻജിറോ ഓടിച്ചെന്ന് അവന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചു. ഇത് കഴിഞ്ഞിട്ട് ടാൻജിറോയുടെ അച്ഛനോട് ആ തലയേറ്റി കിടക്കുന്ന കരടിയുടെ ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാം. ടാൻജിറോ ഉടനെ തന്നെ ഫ്ലാഷ് ബാക്കിന് വെളി വന്നു. ഗിയു അക്കാസയോട് അവിടെ മുട്ടം ഫൈറ്റാണ്. ടാൻജിറോ ചിന്തിക്കുന്നുണ്ട്, അവന്റെ അച്ഛനും ഗ്രാൻഡ് ഫാദറും ഒക്കെ എന്ത് അടിപൊളിയായിരുന്നു. ടാൻജിറോയുടെ മനസ്സിൽ വരുന്നുണ്ട്, ഇനി വിട്ടുകൊടുക്കാൻ പാടില്ല. ശരിക്കും ഹാർഡായിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ടാൻജിറോ എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായച്ചാ. ഉടനെ തന്നെ നമുക്ക് കാണാം, അക്കാസു ടാൻജിറോനെ ഇടിക്കാൻ വരികയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടായ അക്കാസയുടെ അറ്റാക്ക് ടാൻജിറോയ്ക്ക് ഇത് ഡോഡ്ജ് ചെയ്യാൻ പറ്റി. ഇഫ് സപ്പോസ് ടാൻജിറോയ്ക്ക് അറ്റാക്ക് കൊണ്ടിരുന്നെങ്കിൽ ടാൻജിറോ അപ്പം തന്നെ അവിടെ മരണപ്പെട്ടേനെ. ആ ഒറ്റ നിമിഷത്തേക്ക് ഞാൻ ആ വേൾഡിലെത്തിയ പോലെ ഞാൻ അവന്റെ ശരീരം ട്രാൻസ്പെറന്റ് ആയി തന്നെ കണ്ടു. എന്റെ ബോഡി
ഇതുവരെ സഞ്ചരിക്കാത്ത വേഗത്തിൽ സഞ്ചരിക്കുന്നു. വേഗം. ഗിയൂസാൻ ഫൈറ്റ് ചെയ്യുന്ന ഈ സമയത്ത് എനിക്ക് കിട്ടിയ എൻ്റെ ഈ ബെസ്റ്റ് എബിലിറ്റി യൂസ് ചെയ്യണം. ഇവിടെ വെച്ചാണ് 151ാമത്തെ ചാപ്റ്റർ എൻ്റെ ആവുന്നത്. 152ാമത്തെ ചാപ്റ്റർ വേഗം ഇറക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.